ഗവർണറുടെ ചടങ്ങിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക്. തിരുവനന്തപുരം കാരമൂട് ബിഷപ്പ് പെരേര സ്കൂളിലെ വാർഷിക ചടങ്ങിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂൾ അധികൃതർ പുറത്തിറക്കിയ നിബന്ധനകളിലാണ് ഈ വിലക്കുള്ളത്. ആർ അനന്തകൃഷ്ണൻ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ പങ്കെടുക്കുന്ന ചില ചടങ്ങുകളിൽ കറുപ്പ് പറ്റില്ല എന്ന തരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതാണ്. ഇതിപ്പോൾ ഗവർണറുടെ പരിപാടിയിലാണ്. അനന്തൻ, ഇത് സ്കൂൾ അധികൃതരുടെ മാനേജ്മെന്റിന്റെ ഒരു തീരുമാനമാണോ, അവരുടെ ഒരു നിബന്ധനയാണോ? ഗവർണർ അറിഞ്ഞുകൊണ്ടാണോ? തിരുവനന്തപുരം കാരമൂട് ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂൾ, ആ സ്കൂളിൻ്റെ വാർഷികാഘോഷ ചടങ്ങുകൾ ബുധനാഴ്ച വൈകിട്ട് 3:55 മുതൽ സ്കൂൾ ക്യാമ്പസിലാണ് നടക്കുന്നത്. അത് സംബന്ധിച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ആനുവൽ ഡേ എന്ന പേരിൽ പ്രിൻസിപ്പലാണ് ഒരു മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിലാണ് ഈ സ്കൂളിൽ ഈ ചടങ്ങിന് കുട്ടികൾക്കൊപ്പം എത്തുന്ന രക്ഷിതാക്കൾ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ചടങ്ങിലെ മുഖ്യാതിഥി ഗവർണറാണ്. അപ്പോൾ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിലാണ് സ്കൂൾ അധികൃതർ കറുത്ത വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികളെല്ലാം യൂണിഫോമിൽ വരണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഉള്ള വരിയിലാണ് ഈ കറുത്ത വസ്ത്രം പേരൻസ് ആർ റിക്വസ്റ്റഡ് ടു അവോയ്ഡ് ബ്ലാക്ക് കളർ അറ്റയർ എന്നുള്ള വരി കൂടി ചേർത്തിരിക്കുന്നത്. അതുകൂടാതെ കുറേയധികം നിർദ്ദേശങ്ങൾ ഒക്കെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും രാജ്ഭവനിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സ്കൂൾ അധികൃതർ സ്വമേധയാ എടുത്ത ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള നിബന്ധനകളിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു വരി കൂടി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് കരുതി പേടിച്ചിട്ടായിരിക്കും സ്കൂൾ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ പെട്ടെന്ന് അത് രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടാണോ എന്ന് തോന്നുന്നു. രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിർദ്ദേശവുമില്ല. ഉണ്ടാകില്ല. അത് സ്കൂൾ അധികൃതരുടെ ഒരു തീരുമാനമാണ്.